ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു DIY ഫേസ് വാഷാണ്. വീട്ടിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൽ നമ്മൾ 4 ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പയറുപൊടിയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറുപയർ പൊടിയാണ്. നല്ലപോലെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. നല്ല പൗഡറി ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്യാനായിട്ട് പയറുപൊടി ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ക്ലെൻസറാണ്. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് കടലമാവാണ്. ഫേസിൽ ഡേർട്ട് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ പോഴ്സ് എല്ലാം അൺക്ലോഗ് ചെയ്യും. ഭയങ്കര ഒരു ഡീപ്പ് ക്ലെൻസിങ് ആണ് ഈ കടലമാവ് നമുക്ക് ഫേസിൽ തരുന്നത്. കടലമാവ് എടുക്കുമ്പോൾ നല്ല കട്ടയായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ആ കട്ടയൊക്കെ അങ്ങ് മാറ്റുക. കട്ട മാറ്റുക എന്ന് വെച്ചാൽ അതിനെ പൊടിച്ച് എടുക്കുക. തേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നത് സാൻഡൽവുഡ് പൗഡറാണ്. ഇത് ഞാൻ എടുത്തേക്കുന്നത് ആബ്സ് ഗുഡ്നെസ്സിൻ്റെ സാൻഡൽവുഡ് പൗഡറാണ് എടുത്തേക്കുന്നത്. കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത പ്രോഡക്റ്റാണ് ആബ്സ് ഗുഡ്നെസ്സിൻ്റെ എല്ലാ പ്രോഡക്റ്റും. ഒരുപാട് പൗഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. സാൻഡൽവുഡിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പം ആൻറ്റി ഏജിനിങ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും സ്കാർസൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടാനൊക്കെ റിമൂവ് ചെയ്യും. ഭയങ്കര ഒരു സ്മൂത്ത് ആക്കും നമ്മുടെ സ്കിന്ന്. ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി ഞാൻ എടുത്തേക്കുന്നത് അതും ആബ്സ് ഗുഡ്നെസ്സിൻ്റെ മുൾട്ടാണി മിട്ടിയാണ് എടുത്തേക്കുന്നത്. മുൾട്ടാണി മിട്ടിയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഡീപ്പ് ക്ലെൻസിങ് ആണ്. അതുപോലെ തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. ആക്നെ, ബ്ലമിഷസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യാനായിട്ട് മുൾട്ടാണി മിട്ടി ഹെൽപ്പ് ചെയ്യും. ഈ 4 ഇൻഗ്രീഡിയൻറ്റും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിത് ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത് എല്ലാം 2 സ്പൂൺ വീതമായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി വേണോ അത്രയും എടുക്കുക. ഞാനിപ്പോൾ 1 വീക്കിലത്തേക്കാണ് എടുത്തേക്കുന്നത്. ഞാനിത് എടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ബോട്ടിലിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. ഞാൻ ഈ ബോട്ടിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെ യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് എന്തായാലും ഫേസിൽ മേക്കപ്പ് ഒന്നും കാണത്തില്ല. നമ്മളെന്തായാലും നല്ലപോലെ റിമൂവ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഒരു കെമിക്കൽ ഫേസ് വാഷ് യൂസ് ചെയ്യണേക്കാട്ടിലും നല്ലത് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഫേസ് വാഷ് ചെയ്യുക. ഫേസിൽ മേക്കപ്പ് ഒന്നും ഇല്ലാത്തത് കാരണം എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ റിമൂവ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കൂടി തരും. കാരണം ഈ 4 ഇൻഗ്രീഡിയൻസും ഫേസിന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരും. അതുപോലെ തന്നെ ഗ്രാജുവലി നമ്മുടെ ഫേസിൻ്റെ ടെക്സ്ചർ മാറും. നല്ല സ്മൂത്ത് ആവും, നല്ല സപ്പിളാവും. മേക്കപ്പ് എന്തെങ്കിലും യൂസ് ചെയ്തൊക്കെയാണ് അത് നമ്മൾ റിമൂവ് ചെയ്തില്ല എങ്കിൽ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യരുത്. കാരണം അങ്ങനെ നമുക്ക് ഫേസിലുള്ള ഡേർട്ടൊന്നും റിമൂവ് ആവില്ല. അതായത് മേക്കപ്പ് ഒന്നും റിമൂവ് ആവത്തില്ല. മേക്കപ്പ് ഉണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസിങ് തന്നെ ചെയ്യണം. ഈ DIY ഫേസ് വാഷ് ചെയ്യരുത്. DIY ഫേസ് വാഷ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഫേസ് വാഷ് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വാട്ടർ എടുക്കാം. അതുപോലെ തന്നെ റോസ് വാട്ടർ എടുക്കാം. ഞാനിവിടെ വാട്ടറാണ് എടുത്തേക്കുന്നത്. റോസ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം മിക്സ് ചെയ്യാനായിട്ട്. ഫേസ് വാഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1 വീക്കിലേക്ക് മാത്രം എടുത്താൽ മതി. കാരണം നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെറുതെ ചീത്താക്കി കളയണ്ട. അപ്പോൾ 1 വീക്കിലേക്കായിട്ടുള്ള പൗഡർ മാത്രം യൂസ് ചെയ്താൽ മതി. ഞാനിത് ഒരുപാടിട്ട് ഫേസിൽ ഉരയ്ക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരുപാടിട്ട് ഉരയ്ക്കരുത് ഫേസിൽ. 2 മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊന്ന് നല്ലപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാഷ് ചെയ്യുക. അപ്പം ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഒരു ടവൽ യൂസ് ചെയ്ത് പാറ്റ് ഡ്രൈ ചെയ്യുക. ഹോം മെയ്ഡ് മോയ്സ്ചറൈസറിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നല്ല ഹൈഡ്രേറ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ഫേസിനൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും നമ്മുടെ സ്കിൻ ടെക്സ്ചറൊക്കെ മാറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.